ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കുറച്ചധികം നാൾ മുന്നേ ഉണ്ടായ ഒരു കുഞ്ഞ് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണിത്. ചെറിയൊരു റിസോർട്ട് സ്റ്റേ ആയിരുന്നു. നമ്മൾ കൊലീഗ്സ് എല്ലാവരും കൂടി പോയതാണ്. സോ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് മാത്രം. സോ നമുക്ക് വീഡിയോ കാണാം. ഈ കുന്നുമേൽ നമ്മൾ പെട്ടു കാണിക്കാൻ പറ്റുന്നുണ്ടോ? കിട്ടുന്നില്ല. ലൈവ് ലൊക്കേഷനിലേക്ക് കട്ടതൊക്കെ മതി. ഇങ്ങോട്ട് പോയി വണ്ടി പഞ്ചറായതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രകൃതി ആസ്വദിക്കുന്നതല്ല, കക്കാൻ ഇറങ്ങിയതാ. കൊക്കോ തേടി കക്കാൻ ഇറങ്ങി അഖിലേച്ചി. ബ്ലോഗറാണ് പോലും, ബ്ലോഗർ. ഇതാ നമ്മൾ ഡിങ്കം വന്നു രക്ഷകൻ പറസേ ഡിങ്കൻ എല്ലാ വണ്ടി കൂടി ഡിങ്കം വണ്ടി അതാരും ഉണ്ടല്ലോ. ഓരോടൊക്കെ പോണ് അവിടെ നിർത്താൻ പറയും. ഗൈസ് വണ്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാരും കയറ്. ഞാൻ വണ്ടി മാറി ഗൈസ്, വണ്ടിയിൽ പോവാൻ. അത് എടാ അത് ഓണാക്കിക്കോ, മീഡിയ വണ്ണൊക്കെ. പക്ഷെ മീഡിയ ഓണാക്ക്. ഞാൻ പാട്ട് അങ്ങനെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച പിനാക്കിൾ എന്ന് പറഞ്ഞ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതല്ല നമ്മൾ താമസിച്ച സ്ഥലം. ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട്. അതൊരു നല്ലൊരു കുന്നിൻ്റെ മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള റിസോർട്ടിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് അവരുടെ ഫ്രണ്ട് ഓഫീസായിട്ടുള്ള ഈ ഒരു സ്പേസിലേക്കാണ് എത്തിയത്. അപ്പോൾ നമ്മൾ കുറച്ചധികം പേരുള്ളതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് വണ്ടിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ആ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയതിൻ്റെ ഒരു ടൈമിങ്ങും ഡിലേയും കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഓരോരോ ആൾക്കാരായിട്ട് വന്നെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 3-4 കാറുണ്ടായിരുന്നു. സോ അതിൽ വന്ന് എല്ലാവരും കൂടി അവിടെ ഇരിക്കും, ഫോട്ടോ എടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്കുള്ള ആ കുന്നിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു യാത്രയായിരുന്നു നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. അത് ഒരു ഓഫ് റോഡ് തന്നെ പറയാം. പക്ഷേ റോഡ് നല്ലതായിരുന്നു, പക്ഷേ ഭയങ്കര കുന്ന് കയറി അതിൻ്റെ മുകളിലേക്ക് എത്താനുള്ള ഒരു സ്പേസിൻ്റെ അത്രയും ടൈം എടുത്തിട്ട് പോകേണ്ട ഒരു ജേണി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒറിജിനൽ വോയിസുള്ള വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ജേണി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതും ഒരു പുതുതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതലും റിസോർട്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നോർമലി റിസോർട്ടിൽ പോവുക, താമസിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു നല്ല സ്പേസിൽ നിന്ന് ആ കുന്ന് കയറിയിട്ടുള്ള ആ മുകളിലുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ജേണി എന്ന് പറഞ്ഞത് നല്ലൊരു ഡിഫറെൻറ്റ് ജേണിയും അതുപോലെ തന്നെ നമുക്ക് അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു ജീപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇതിലൊരു 2-3 തവണ ട്രിപ്പ് അടിച്ചിട്ടാണ് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ഉള്ള കുറച്ച് സീൻസാണ് എനിക്ക് കാണുന്നുണ്ടാവുക. അപ്പം അതിൽ നമ്മൾ മെയിനായിട്ടും കുറച്ചധികം എന്താ പറയുക, ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഡ്രൈവിംഗ് സ്കില്ലും
എന്താ പറയുക കുറച്ചധികം പറ്റുന്ന അങ്ങനത്തെ ഒരാൾക്ക് മാത്രമായിരിക്കും ആ ഒരു കയറ്റം അങ്ങനത്തെ ഒരു വണ്ടി ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതാണ് മെയിനായിട്ട് അവിടെ എത്തുന്നതിന് മുന്നേ ഉണ്ടായ ഒരു ജേണിയിൽ പറയാനുള്ളത്. അവരെല്ലാം കിട്ടും. അപ്പോൾ ആ ഒരു ജീപ്പിലുള്ള യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയത് ആ ഒരു കക്കാടംപൊയിൽ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള റിസോർട്ടിലാണ്. സോ അവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. അപ്പോൾ നമ്മളെ പ്ലാൻ അനുസരിച്ച് ഫസ്റ്റ് നമ്മൾ കുരിശുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കുള്ളൊരു ട്രെക്കിങ്ങും കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് വണ്ടിക്ക് ഉണ്ടായ ഒരു പ്രശ്നവും കാര്യങ്ങളും പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ആ ട്രക്കിങ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഗേൾസ് ഫുള്ളും ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് പൂൾ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നൈറ്റ് ആയപ്പോഴാണ് അതൊക്കെ ഉപയോഗിച്ചത്. അപ്പം അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ചധികം എല്ലാവരും എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു. സോ അതിൻ്റെ വീഡിയോസൊന്നുമില്ല. പക്ഷേ ആ പോയിട്ടുള്ള കുറച്ച് സമയം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് സംസാരിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കാഴ്ച കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇത് ആ റിസോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഈ ഒരു മലയിലേക്കാണ് നമ്മൾ ട്രക്കിങ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ താഴേക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വന്നെത്തിയ ഉടനെയുള്ള സീനാണ്. അപ്പം നമ്മൾ കോഫിയും ടീ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കുടിക്കുകയൊക്കെ ചെയ്ത ഒരു ടൈമായിരുന്നു അത്. പിന്നെ നമ്മളെ കൊളീഗ്സിൻ്റെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ഇഞ്ചുറീസൊക്കെ പറ്റിയ ഒരു സീൻസും അതിൽ കാണാനുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് ആ ജീപ്പിൽ പല തവണയായിട്ടാണ് എല്ലാവരും മുകളിലെത്തിയത്. സോ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ജീപ്പിൽ നമ്മൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ താഴെ കുറച്ച് പാർക്കും അതുപോലെ തന്നെ താഴെയുള്ളൊരു വലിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും കൂടി ഒന്ന് പോയി പുറത്തിറങ്ങി നടക്കും, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് കുറച്ച് അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ കാണാനും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കാണുന്നത്. രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ അതാ
പൂറ അമ്പിച്ചു നോക്കിയ ஞாபகம் வருகுதே உள் தவிக்குதே இமை மூடாமல் நான் துடித்தேனே